കംപ്രസീവ് ഫോഴ്സ് സിമെന്റിന് റെസിസ്റ്റ് ചെയ്യാൻ പറ്റും. അത് അതിന്റെ സ്ട്രെങ്ത് ആണ്, അതിന്റെ കംപ്രസീവ് സ്ട്രെങ്ത് ആണ്. ഇനി എത്രത്തോളം ടെൻസൈൽ സ്ട്രെങ്ത് ഈ സിമെന്റിന് താങ്ങാൻ കഴിയും എന്ന് നോക്കുകയാണെങ്കിൽ അത് അതിന്റെ ടെൻസൈൽ സ്ട്രെങ്ത് ആയിരിക്കും. നമുക്ക് ആദ്യമായിട്ട് കംപ്രസീവ് സ്ട്രെങ്ത് കപ്പാസിറ്റി ഓഫ് എ സിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കാം. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ സിമെന്റ് എങ്ങനെ കണ്ടുപിടിക്കും എന്ന് നോക്കാം. ഞാനൊരു സിമെന്റിന്റെ ഒരു ക്യൂബ് എടുക്കും. അതിലേക്ക് ഞാൻ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കും. ഈ കംപ്രസീവ് ഫോഴ്സ് കൊടുത്ത് ചിലപ്പോൾ ഒരു പർട്ടിക്കുലർ വാല്യൂ കഴിയുമ്പോഴത്തേക്കും ഇത് ഫെയിൽ ആവും, ചിലപ്പോൾ പൊട്ടിപ്പോവും. ഈ ബ്ലോക്ക് കംപ്രഷൻ കൊടുത്തിരിക്കുമ്പോൾ കുറച്ച് കഴിയുമ്പോൾ അത് പൊട്ടിപ്പോവാൻ സാധ്യത. ആ പൊട്ടുന്ന വാല്യൂ ചിലപ്പോൾ 35 എന്നിരിക്കട്ടെ, ഒരു 35 എന്ന വാല്യൂവിലാണ് ഈ ബ്ലോക്ക് പൊട്ടിപ്പോയെന്നിരിക്കട്ടെ. അങ്ങനെയാണെങ്കിൽ ഇതിന്റെ സ്ട്രെങ്ത് എന്ന് പറയുന്നത് തൊട്ട് മുന്നേ ഉള്ള 34 വരെ താങ്ങാനുള്ള ശേഷി ഇതിലുണ്ടല്ലോ. 34 വരെയാണ് താങ്ങാനുള്ള ശേഷിയുണ്ട്. 35 പൊട്ടിപ്പോയത്. അപ്പൊ അതിന്റെ സ്ട്രെങ്ത് എത്രയാണ്? 34 അല്ലേ? 34 അതിന്റെ സ്ട്രെങ്ത്. ഇതിനെ ഞാൻ ലാബിന്റെ രീതിയിൽ പറയുന്നു. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മിക്സ് എന്താണ്? ഈ ഒരു ബ്ലോക്കിനകത്ത് നമ്മൾ ഉപയോഗിക്കുന്ന മിക്സ് എന്താണ് എന്നാണ് നമ്മൾ ആദ്യം നോക്കുന്നത്. ഒന്നാമത് അതിന്റെ മിക്സ് എന്താണ്? ഇതിനകത്ത് ഉപയോഗിക്കുന്ന മിക്സ് എന്ന് പറയുന്നത് 1:3 റേഷ്യോയിലുള്ള ഒരു സിമെന്റിന്റെ ഫൈൻ അഗ്രിഗേറ്റിന്റെ മിക്സ് ആണ്. ഇതിനകത്ത് സിമെന്റ് എത്രയാണ്? 1 പാർട്ടാണ് സിമെന്റ്. ഇതിൽ 1 പാർട്ടാണ് സിമെന്റ്. 3 പാർട്ട് എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ് ആണ്. സിമെന്റിന്റെ ഫൈൻ അഗ്രിഗേറ്റിന്റെ ഒരു മിക്സ് എടുത്താണ് നമ്മൾ ഈ മോൾഡിൽ വെച്ച് കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് നടത്തുന്നത്. ഈ ഫൈൻ അഗ്രിഗേറ്റ് ഓരോ സ്ഥലത്തും ഓരോന്നാവാലോ. അതായത് കേരളത്തിൽ എനിക്ക് മണല് കിട്ടി, ഞാൻ കേരളത്തിലെ മണല് ഇതിനകത്ത് ഉപയോഗിച്ചു, ഈ ബ്ലോക്കിനകത്ത് ഉപയോഗിച്ചു, ഈ മിക്സിനകത്ത് ഉപയോഗിച്ചു. പക്ഷെ അത് ഡൽഹിയിൽ ഇതേ മണൽ കിട്ടണം നിർബന്ധമില്ല, അത് അവരുടെ മണലേ ഉപയോഗിക്കുള്ളൂ. ബോംബെയിൽ അങ്ങനെ ആവാം, ആസാമിൽ മറ്റൊന്നാവാം, ബംഗാളിൽ മറ്റൊന്നാവാം. ഓരോയിടത്തും ഓരോ ഫൈൻ അഗ്രിഗേറ്റ് യൂസ് ചെയ്താൽ നമുക്ക് റിസൾട്ട് സ്റ്റാൻഡേർഡ് ആയിട്ട് കിട്ടില്ല. സിമെന്റിന്റെ സ്ട്രെങ്ത് നോക്കുക, എനിക്ക് ഫൈൻ അഗ്രിഗേറ്റ് മാറുന്നതുകൊണ്ട് ഇതിന്റെ റിസൾട്ട് മാറി വരികയാണ്. സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള റിസൾട്ട് എനിക്ക് ഇന്ത്യയിലൊരിടത്തും കിട്ടുന്നില്ല. അതുകൊണ്ട് BIS ബ്യൂറോ ഓഫ് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സ് നമുക്ക് ഉപയോഗിക്കുന്ന ഫൈൻ അഗ്രിഗേറ്റ് ഏതാവണം എന്നൊരു നിർദ്ദേശം തന്നിട്ട് അതെന്ന് പറയുന്നത് എന്നോർ സാൻഡ് ആണ്. എന്നോർ സാൻഡ് ഫൈൻ അഗ്രിഗേറ്റ് ഏതാവണം? എന്നോർ സാൻഡ് ആവണം. എന്നോർ എന്ന് പറയുന്നത് തമിഴ്നാട്ടിലൊരു സ്ഥലമാണ്. അതുകൊണ്ട് ഇങ്ങനെ നിർദ്ദേശം തന്നതുകൊണ്ട് തന്നെ കേരളത്തിൽ ഞാൻ എന്നോർ സാൻഡ് ഉപയോഗിക്കുള്ളൂ, ഡൽഹിയിൽ ഞാൻ എന്നോർ സാൻഡ് ഉപയോഗിക്കുള്ളൂ, ബംഗാളിലും എന്നോർ സാൻഡ് ഉപയോഗിക്കുള്ളൂ. എന്തിന്? കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് ഓഫ് എ സിമെന്റ് കണ്ടുപിടിക്കാൻ വേണ്ടി എന്നോർ സാൻഡ് മാത്രമേ ഞാൻ ഉപയോഗിക്കുള്ളൂ. അതുകൊണ്ട് തന്നെ എന്റെ റിസൾട്ട് സ്റ്റാൻഡേർഡൈസ്ഡ് ആയിരിക്കും. ഒന്നാമത്തെ കാര്യം ഞാൻ പറഞ്ഞത് 1:3 എന്ന മിക്സ് എന്ന് പറഞ്ഞു. അത് ഒരെണ്ണം. ഇതിനകത്ത് ഉപയോഗിക്കുന്ന മിക്സ് ഉപയോഗിക്കുന്നു പറഞ്ഞു. ഇനി ഇതിനകത്ത് എത്രത്തോളം വെള്ളം ഉപയോഗിക്കണം? ഞാൻ എത്ര വെള്ളം? ചുമ്മാ വെള്ളം കൂടി ഒഴിക്കാൻ പറ്റില്ല. എനിക്ക് എത്ര വെള്ളം അതിനൊരു റിസൾട്ട് വേണം, ഒരു സ്റ്റാൻഡേർഡ് വേണമല്ലോ. ഇനി അടുത്ത അതാണ് അതിന്റെ സ്റ്റാൻഡേർഡായിട്ട് P/4 + 3% ആണ്. ഈ P എന്താണ്? P എന്ന് പറഞ്ഞാൽ സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റിൽ നിന്ന് നമുക്ക് കിട്ടിയ വാല്യൂ ആണ്. P പെർസെന്റേജ് ഓഫ് വാട്ടർ സിമെന്റ് റേഷ്യോ P ആണെന്ന് നമ്മൾ നേരത്തെ കണ്ടുപിടിച്ചു. അത്രയെന്ന് വെച്ചാൽ അതിന്റെ P%. ഈ P/4 + 3% എന്ന ഫോർമുല ഉപയോഗിച്ചാണ് ഇതിനകത്ത് ഉപയോഗിക്കേണ്ട വെള്ളം എത്രയാണ് എന്ന് കണ്ടുപിടിക്കേണ്ടത്. കേരളത്തിലെ ഉപയോഗിക്കുന്ന സിമെന്റ് ആയാലും ഡൽഹിയിലുള്ള ഉപയോഗിക്കുന്ന സിമെന്റ് ആയിരിക്കും ഏകദേശം ഒന്ന് തന്നെയായിരിക്കും. ഇതും സ്റ്റാൻഡേർഡ് ആണ്. എന്നോർ സാൻഡും സ്റ്റാൻഡേർഡ് ആണ്. ഉപയോഗിക്കുന്ന സിമെന്റിൽ എന്നോർ സാൻഡും ഉപയോഗിക്കുന്ന മിക്സിൽ എന്നോർ സാൻഡും സ്റ്റാൻഡേർഡ് ആണ്. വാട്ടർ സിമെന്റ് റേഷ്യോ സ്റ്റാൻഡേർഡ് ആണ്. ഇനി അടുത്തെന്ത് സ്റ്റാൻഡേർഡ് ചെയ്യാൻ പറ്റും? മോൾഡ് സ്റ്റാൻഡേർഡ് ചെയ്യാൻ പറ്റും. ഉപയോഗിക്കുന്ന മോൾഡ്, ഈ ഉപയോഗിക്കുന്ന ക്യൂബിന്റെ സൈസ് നമുക്ക് സ്റ്റാൻഡേർഡ് ചെയ്യാൻ പറ്റും. അതെന്ന് പറയുന്നത് ഞാൻ ഉപയോഗിക്കുന്ന മോൾഡ് എന്ന് പറയുന്നത് 7.07 സെന്റിമീറ്റർ. ഇത് 7.07 സെന്റിമീറ്റർ ഉള്ള ഓരോ സൈഡുമുള്ള ഒരു ക്യൂബാണ്. അതായത് ലെങ്തും 7.07 ആണ്, ബ്രെഡ്ത്തും 7.07 ആണ്, ഹൈറ്റും 7.07 അല്ലെങ്കിൽ 70.7 mm വീതമുള്ള ഒരു ക്യൂബാണ് ഉപയോഗിക്കുന്നത്. 70.7 mm കണക്കിൽ ഉള്ള ഒരു ക്യൂബാണ് ഞാൻ ടെസ്റ്റിന് വേണ്ടി യൂസ് ചെയ്യുന്നത്, അല്ലെങ്കിൽ BIS പറഞ്ഞേക്കുന്നത്. ഇതും ചോദിച്ചിട്ടുള്ള ചോദ്യം, മുൻകാല ചോദ്യങ്ങളൊക്കെ ഒത്തിരി ചോദിച്ചിട്ടുള്ള ചോദ്യമാണ്. ഇതിന്റെ ഏരിയ എത്രയാണെന്ന് ഇവർ ചോദിച്ചു. ഒരു ടെസ്റ്റിനാണ് ചോദിച്ചത് ഇതിന്റെ ഏരിയ എത്രയാണ്, ഒരു ഫേസ് ഏരിയ എത്രയാണെന്ന് ചോദിച്ചാൽ അതെങ്ങനെ നമ്മൾ കണ്ടുപിടിക്കും? 7.07/7.07 അതെന്ന് പറയുന്നത് 50 cm² അല്ലെങ്കിൽ 5000 mm² ആണ്. ഇതിന്റെ ഫേസ് ഏരിയ എത്രയാണ്? 5000 mm² ആണ്. 5000 mm² ആണ് ഈ മോൾഡിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇതും ഇമ്പോർട്ടന്റ് ആണ്, ഇതും ചോദിച്ചിട്ടുള്ളതാണ്. ഇപ്പൊ എനിക്ക് മിക്സ് കിട്ടി, വാട്ടർ കണ്ടന്റ് കിട്ടി, മോൾഡ് കിട്ടി. മോൾഡ് ഞാൻ പ്രിപ്പയർ ചെയ്തതിനു ശേഷം അടുത്ത് എന്ത് ചെയ്യും? എനിക്ക് ക്യൂറിംഗ് കൊടുക്കണം. ക്യൂറിംഗ് എത്ര ദിവസത്തേക്ക് കൊടുക്കണം? 2 രീതിയിൽ കൊടുക്കാം. ഒന്ന് 3 ദിവസത്തിലും കൊടുക്കാം, 3 ഡേയിലും കൊടുക്കാം.
മറ്റൊന്ന് 7 ഡേയിലും കൊടുക്കുക. അതായത് ഞാൻ മുകളിൽ പ്രിപ്പയർ ചെയ്തതിനു ശേഷം 3 ദിവസം വെള്ളത്തിൽ ഇമ്മേഴ്സ് ചെയ്ത് വയ്ക്കും, വെള്ളത്തിൽ മുക്കി വയ്ക്കും, അല്ലെങ്കിൽ 7 ദിവസം മുക്കി വയ്ക്കും. അതിനുശേഷം മാത്രമേ ഞാൻ കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് നടത്താനായിട്ട് കൊണ്ടുപോകും. കംപ്രസീവ് സ്ട്രെങ്ത് ടെസ്റ്റ് എങ്ങനെ നടത്തും? കംപ്രസീവ് ഫോഴ്സ് കൊടുത്ത്. കംപ്രസീവ് ഫോഴ്സ് എങ്ങനെ കൊടുക്കും? അതിനൊരു മെഷീനുണ്ട്. അതിന്റെ പേരാണ് UTM, യൂണിവേഴ്സൽ ടെസ്റ്റിംഗ് മെഷീൻ. UTM യൂസ് ചെയ്താണ് ഞാൻ കംപ്രസീവ് ഫോഴ്സ് ഇതിനായിട്ട് കൊടുക്കുന്നത്. കംപ്രസീവ് ഫോഴ്സ് എന്റെ മോൾഡിലേക്ക് കൊടുക്കുന്നത്. എങ്ങനെ കൊടുക്കും? ഞാൻ 3 ദിവസം കഴിഞ്ഞിട്ട് മോൾഡ് റിമൂവ് ചെയ്ത് എന്റെ ക്യൂബ് പുറത്തെടുത്തു. UTM മെഷീനിലേക്ക് ഈ മോൾഡ് കൊണ്ട് വച്ചു. എന്നിട്ട് അവിടെ കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാൻ തുടങ്ങി. അത് ഏതെങ്കിലും രീതിയിൽ കൊടുത്താൽ പറ്റില്ല. അതിനും ഒരു സ്റ്റാൻഡേർഡ് BIS തന്നിട്ടുണ്ട്. എങ്ങനെ കൊടുക്കും? അതെന്ന് പറയുന്നത് 35 ന്യൂട്ടൺ പെർ mm² പെർ മിനിറ്റ്. എന്താ ഉദ്ദേശിക്കുന്നത്? ഞാനിപ്പോ ഇത് കംപ്രസീവ് ഫോഴ്സ് കൊടുത്തു തുടങ്ങിയപ്പോൾ ഇനീഷ്യലി 35 ആണെന്ന് വെച്ചോ. 35 ന്യൂട്ടൺ പെർ mm² ആണ് ആദ്യത്തെ മിനിറ്റിൽ ഞാൻ കൊടുത്തത്. രണ്ടാമത്തെ മിനിറ്റിൽ അത് 70 ആയി. മൂന്നാമത്തിൽ അത് 105. ഓരോ മിനിറ്റിൽ ഞാൻ 35 ന്യൂട്ടൺ പെർ mm² പെർ മിനിറ്റ് എന്ന രീതിയിൽ ഞാൻ ഫോഴ്സ് കൂട്ടിക്കൊണ്ടിരിക്കുകയാണ്. ഏതുവരെ കൊടുക്കും? ഇത് ഫെയിലിയർ ആയ കണ്ടീഷൻ അല്ലെ? ഫെയിലിയർ ആവുന്ന സമയം വരെ കൊടുക്കും. ഇത് പൊട്ടുന്ന സമയം വരെ കൊടുക്കും. അതുവരെ കൊടുത്താണ് എനിക്ക് ഫോഴ്സ് കിട്ടുന്നത്. ഫെയിലിയർ ആവുന്ന സമയം വരെ കിട്ടും. ഇനി ഇതിന് 3 ദിവസം കൊണ്ട് 7 ദിവസം ഉണ്ടെന്ന് പറയാം അല്ലെ? 3 ദിവസം കൊണ്ട് 7 ദിവസം. 3 ദിവസത്തിൽ കിട്ടാവുന്ന ഏറ്റവും മിനിമം സ്ട്രെങ്ത് എന്ന് പറയുന്നത് 11.5 ന്യൂട്ടൺ പെർ mm² ആയിരിക്കണം. മൂന്നാമത്തെ ദിവസം 11.5 ന്യൂട്ടൺ പെർ mm²ഉം 7ാമത്തെ ദിവസം 17.5 ന്യൂട്ടൺ പെർ mm² മിനിമം കിട്ടണം. 3 ഡേയിൽ 11.5 ന്യൂട്ടൺ പെർ mm²ഉം 7 ഡേയിൽ 17.5 ന്യൂട്ടൺ പെർ mm² മിനിമം കിട്ടണം. ഞാൻ ഒന്നുകൂടെ പറയാം. എന്റെ മിക്സ് റേഷ്യോ എങ്ങനെയാണ്? 1:3 ആണ് എന്റെ മിക്സ് റേഷ്യോ. 1:3 ആണ് എന്റെ മിക്സ് റേഷ്യോ. ഇതിൽ 1 എന്താണ്? സിമെന്റ് ആണ്. 3 എന്താണ്? ഫൈൻ അഗ്രിഗേറ്റ് ആണ്. ഈ ഉപയോഗിക്കുന്ന ഫൈൻ അഗ്രിഗേറ്റ് ഏതായിരിക്കണം? എന്നോർ സ്റ്റാൻഡ് ആണ്. എന്നോർ തമിഴ്നാട്ടിലുള്ള സ്ഥലമാണ്, അവിടുത്തെ സ്റ്റാൻഡ്. എന്നോർ സ്റ്റാൻഡ് ആയിരിക്കണം യൂസ് ചെയ്യേണ്ടത്. ഇനി ഉപയോഗിക്കുന്ന വെള്ളം എത്രയാണ്? P/4+3%. ഈ P എന്താണ്? സ്റ്റാൻഡേർഡ് കൺസിസ്റ്റൻസി ടെസ്റ്റിൽ നമുക്ക് കിട്ടിയ വെള്ളത്തിന്റെ പെർസെന്റേജ്. P/4+3% ആണ് നമുക്ക് ഉപയോഗിക്കേണ്ട വെള്ളത്തിന്റെ പെർസെന്റേജ്. ഇനി ഉപയോഗിക്കുന്ന ക്യൂബിന്റെ സൈസ് എത്രയാണ്? 70.7/70.7/70.7 mm അല്ലെങ്കിൽ 7.07/7.07/7.07 സെന്റിമീറ്റർ സൈസ്. ഏരിയ എത്രയാണ്? 50 cm² അല്ലെങ്കിൽ 5000 mm². മോൾഡായി. ഇനി അടുത്തത് ഞങ്ങൾക്ക് ഏതിനകത്ത് വെച്ചാൽ ഞാൻ ടെസ്റ്റ് ചെയ്യുന്നത്? UTM മെഷീൻ വെച്ചിട്ട്. UTM മെഷീൻ എപ്പോഴൊക്കെ ചെയ്യാം? ഒന്നെങ്കിൽ 3 ദിവസത്തെ ക്യൂറിംഗ് കഴിഞ്ഞ് ചെയ്യാം, അല്ലെങ്കിൽ 7th ഡേ ക്യൂറിംഗ് കഴിഞ്ഞതിന് ശേഷം നമുക്ക് UTMലേക്ക് കൊണ്ടുവച്ച് കംപ്രസീവ് ഫോഴ്സ് കൊടുക്കാം. എങ്ങനെ കൊടുക്കും? 35 ന്യൂട്ടൺ പെർ mm² പെർ മിനിറ്റ് എന്ന കണക്കിൽ കൊടുക്കാം. ഏതുവരെ കൊടുക്കും? ഫെയിലിയർ ആവുന്നവരെ കൊടുക്കാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? സ്ട്രെങ്ത് കിട്ടും. കംപ്രസീവ് സ്ട്രെങ്ത് ഓഫ് എ സിമെന്റ് കിട്ടും. സിമെന്റിന്റെ സ്ട്രെങ്തിന് ഞാൻ എന്തിനാ സാൻഡ് ചേർത്ത്? ഇത്രയും നേരം കൺസിസ്റ്റൻസി ടെസ്റ്റ് ചെയ്യാൻ ഇനീഷ്യൽ സെറ്റിംഗ് ടൈം നോക്കി, ഫൈനൽ സെറ്റിംഗ് ടൈം നോക്കി, പിന്നെ ഫൈനൽസ് നോക്കി, എല്ലാവർക്കും സിമെന്റ് മാത്രമേ വെച്ചുള്ളൂ. ഇവിടെ കൊണ്ടുതന്നെ ഞാൻ സാൻഡ് ചേർത്ത് ഇത് സിമെന്റിന് മാത്രമായിട്ട് ബ്ലോക്ക് കണ്ടുപിടിച്ചുകൂടെ? പ്രശ്നമുണ്ട്. എന്തെന്ന് വെച്ചാൽ ഞാൻ ഓരോ സിമെന്റിന്റെ പാർട്ടിക്കലും വളരെ ചെറുതാണ് അല്ലെ? സാൻഡ് വെച്ച് കണക്കാക്കാൻ വളരെ ചെറുതാണ്. അതുകൊണ്ടാണ് ഇതിനകത്തുള്ള വോയിഡുകളുടെ എണ്ണം തമ്മിലുള്ള ഒരു ഗ്യാപ്പിനെ ഞാൻ വോയിഡ് എന്ന് വിളിച്ചത്. ഇതിന്റെ ഗ്യാപ്പിനാണ് വോയിഡ് എന്ന് പറഞ്ഞത്. ഈ വോയിഡുകളുടെ എണ്ണവും ഒത്തിരി കൂടുതലാണ്. ഞാൻ സിമെന്റ് മാത്രമുള്ള ഒരു ബ്ലോക്ക് ഉണ്ടാക്കി വെച്ചു. അതിനകത്ത് ഒത്തിരി വോയിഡുകൾ ഉണ്ടാവും അല്ലെ? ഇത്തരം വോയിഡുകൾ ഉണ്ടാകുമ്പോഴത്തേക്കും ഇത് സിമെന്റ് ഉണങ്ങി തുടങ്ങുമ്പോൾ വളരെ ചെറിയ മൈന്യൂട്ട് ആയിട്ടുള്ള മൈക്രോ ക്രാക്കുകൾ ഉണ്ടാവാനുള്ള സാധ്യത. ഇത് 3 ദിവസം നമ്മൾ ക്യൂർ ചെയ്യത്തില്ലേ? മൈക്രോ ക്രാക്കുകൾ ഡെവലപ്പ് ചെയ്യാൻ സാധ്യതയുണ്ട്. ഇതുകൊണ്ട് ഞാൻ എന്റെ UTM ടെസ്റ്റിംഗ് മെഷീൻ ഇട്ട് ടെസ്റ്റ് ചെയ്യുമ്പോൾ എന്താ സംഭവിക്കുന്ന വെച്ചാൽ ഈ മൈക്രോ ക്രാക്കുകൾ തമ്മിൽ അടുത്തടുത്തായിരിക്കും മൈക്രോ ഉള്ളത്. അത് തമ്മിൽ കൂടിച്ചേരും. ഇങ്ങനെ കൂടിച്ചേർന്നിരിക്കും. കൂടിച്ചേരുമ്പോൾ എന്ത് സംഭവിക്കും? വലിയ ക്രാക്ക് ആകുമ്പോഴത്തേക്ക് പെട്ടെന്ന് പൊട്ടും. ഫെയിലിയർ നേരത്തെ അറ്റൈൻ ചെയ്യും. 35 വാല്യൂ ഞാൻ എനിക്ക് കിട്ടേണ്ട സാധനം എനിക്ക് ചിലപ്പോൾ 3 അല്ലെങ്കിൽ 10